ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പഴയകാല സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള കാറ് മാരുതിയുടെ എന്നത്തെയും ലെജൻഡറി പ്രൊഡക്റ്റ് ആയിട്ടുള്ള മാരുതി 800 തന്നെയായിരിക്കും. എന്തിന് കൂടുതൽ പറയണം, ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരുടെയും വീട്ടിൽ, ഈവൻ എൻ്റെ വീട്ടിലും ആദ്യത്തെ കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാരുതിയുടെ 800 തന്നെയാണ്. സത്യം പറഞ്ഞാൽ ലോങ് ട്രിപ്പിന് പറ്റിയ വണ്ടിയാ. ഫസ്റ്റ് ഗിയർ ഇട്ട് ഉടനെ സെക്കൻഡ് ഗിയർ ഇടാം, പിന്നെ തേർഡ്, പിന്നെ ഫോർത്ത്, പിന്നെ ഫിഫ്ത്ത്. പിന്നെ ഈ റേഡിയൽ ടയർ ആയതുകൊണ്ട് അങ്ങനെ 100 പിടിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. കട്ടറിൽ വീണാൽ നമ്മൾ അറിയ പോലും ഇല്ല. കാരണം ഈ മാരുതിയുടെ ലോവറാം ഇരിക്കുന്നത് മുകളിലാ. രാവിലെ അടിച്ചാൽ വെള്ളം ഒഴിക്കണ്ട, ഓയിൽ നോക്കണ്ട. ഈ ജപ്പാൻ ടെക്നോളജിയുടെ ഒരു ഗുണമേ. എടപ്പള്ളി രാജകുടുംബത്തിലെ ആസ്റ്റൺ മാർട്ടിൻ, ഡോഡ് ചാർജർ തൊട്ട് കേരളത്തിലെ ആദ്യത്തെ ഇറ്റാലിയൻ ഫിയറ്റ് വരെ, ഇത് വേറെ, ഇറ്റ്സ് യൂണീക്ക്. 1983 ഈ ലെജൻഡറി പ്രൊഡക്റ്റ് ആയിട്ടുള്ള മാരുതി 800ൻ്റെ വരവ്. അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റ് ഇവർ കീഴടക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ച് പുതിയ പുതിയ മോഡൽസ് അവർ കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന മോഡൽസ് എല്ലാം വൻ വിജയകരമായിട്ട് മുന്നോട്ട് നീങ്ങി. ഡിസൈൻ മികവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും കൊണ്ടുവരാത്ത ഒരു പുതിയ ഡിസൈനായിരുന്നു ഹാച്ച് ബാക്കിൽ സ്വിഫ്റ്റിൻ്റെ വരവ്. അതും ജനമനസ്സുകൾ കീഴടക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം അവർ ബ്രസ വന്നു. ബ്രസൻ്റെ ശേഷം ഗ്രാൻഡ് വിറ്റാറ മോഡൽ വന്നു. അതിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കൊണ്ടുവന്നു. ഇതെല്ലാം വൻ വിജയകരമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി അടുത്ത കാൽവെപ്പ്, അതും ഇലക്ട്രിക് മേഖലയിലോട്ട്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും ഇവർ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗുജറാത്തിലുള്ള ഇവരുടെ പ്ലാന്റിൽ ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന വെഹിക്കിൾസ് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് കൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. അതായത് 100-ലധികം രാജ്യത്തോട്ട് ഇവർ എക്സ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട്. നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ആദ്യമായിട്ട് ഇവർ അവതരിപ്പിച്ചിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിള് മാരുതി സുസുക്കി ഇ വിറ്റാരയാണ്. സാധാരണ ഐസ് എഞ്ചിൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികൾ പുതിയതായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മേഖലയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ നിലവിലുള്ള ആ മോഡലിൻ്റെ പുതിയൊരു പതിപ്പ് ഇറക്കുകയും അതിൻ്റെ കൂടെ തന്നെ അത് ജസ്റ്റ് ബാറ്ററി ഘടിപ്പിച്ചിട്ട് ഒരു പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ ഇറങ്ങി എന്നുള്ളത് അനൗൺസ് ചെയ്യാറാണ്. എന്നാൽ മാരുതി സുസുക്കി അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അവർ അവരുടേതായിട്ടുള്ള പുതിയ ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്, സുസുക്കീസ് ഹെർടെക് ഇ പ്ലാറ്റ്ഫോം. ടൊയോട്ടയും സുസുക്കിയും ചേർന്നിട്ടാണ് ഈ പുതിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഹെർടെക് ഇ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്ലാറ്റ്ഫോമിൽ ഇ വിറ്റാര എന്ന് പറയുന്ന വെഹിക്കിൾ വരുന്നതോടുകൂടെ അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ഒരുപാട് മാക്സിമൈസ് ചെയ്യാൻ കമ്പനി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ വീൽ ബേസും ഒരുപാട് മാക്സിമൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അൾട്രാ ലോ ടേണിംഗ് റേഡിയസ് ആണ് ഈ വെഹിക്കിളിൽ വരുന്നത്. വെറും 5.2 മീറ്ററിൽ ഈ വെഹിക്കിൾ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഗുണമാണെന്നാണ് കമ്പനി പറയുന്നത്. എയറോഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വെഹിക്കിളിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഗ്രിൽ വിത്ത് അഡാപ്റ്റീവ് ഷട്ടേഴ്സ് ആണ് വണ്ടിയുടെ താഴ്ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം വണ്ടിയുടെ ഉള്ളിലോട്ട് എയറിനെ സക്ക് ചെയ്തെടുക്കുന്നു, ഉള്ളിലുള്ള പാർട്സൊക്കെ കൂളാക്കുന്നു. ആവശ്യമില്ലാത്ത സമയത്താണെങ്കിലോ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നു. വണ്ടിയുടെ എയറോഡൈനാമിക്സിൽ ഒരുപാട് വർധനവ് കിട്ടുന്നു. 18 ഇഞ്ചിൻ്റെ എയറോഡൈനാമിക് അലോയ് വീൽസ് ആണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ബെറ്റർ എയർ ഫ്ലോ ആൻഡ് എഫിഷ്യൻസി ഒക്കെ വെഹിക്കിളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ബാക്ക് സൈഡിലാകട്ടെ സ്കൾപ്റ്റഡ് റൂഫ് ആൻഡ് സ്പോയിലേഴ്സ് നൽകിയിട്ടുണ്ട്. വണ്ടിയുടെ താഴ്ഭാഗത്ത് സ്ട്രീം ലൈൻഡ് ബാറ്ററി കവേഴ്സും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വണ്ടിയുടെ എയറോഡൈനാമിക്സിൽ ഒരുപാട് വർധനവ് കൊണ്ടുവരാൻ കമ്പനി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഏകദേശം 1.5% റേഞ്ച് വർദ്ധിപ്പിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഫ്രണ്ടിൽ ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ ഉള്ളിൽ മാട്രിക്സ് LED DRS ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിലും വരുന്നത് പോലെ തന്നെ ഇവിടെയും കണക്റ്റഡ് റിയർ ടൈൽ ഗേറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ കാണുന്നത് ഒരു മാസീവ് 10.1 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വിത്ത് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ. അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതിനോട് ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 10.25 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽ ടൈം ഡ്രൈവിംഗ് ഇൻഫോർമേഷൻസ് ഒക്കെ അതിൽ നമുക്ക് കിട്ടുന്നതാണ്. 10 സ്പീക്കേഴ്സിൻ്റെ ഇൻഫിനിറ്റി ബൈ ഹാർമൺ സിസ്റ്റമാണ് ഓഡിയോ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. വണ്ടിയുടെ സെൻറ്റർ ഭാഗത്ത് ട്വിൻ ഡെക്ക് ഫ്ലോട്ടിംഗ് കൺസോളാണ് നൽകിയിട്ടുള്ളത്. അതിലാകട്ടെ ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജിയിൽ വരുന്ന ഒരു റോട്ടറി ഗിയർ നോബ് നൽകിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് മോഡ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്വാൻസ്ഡ് 2 സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം ഡിസൈൻ സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. അത് ഒരുപാട് മൾട്ടി ഫങ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് 2 ബട്ടൺസാണ്. ഒന്ന് സ്നൗ മോഡ് എന്ന് പറയുന്ന ഒരു
മോഡ്. അതിൽ നമുക്ക് എക്സ്ട്രാ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്ലിപ്പറി ആയിട്ടുള്ള സർഫേസിലൂടെയൊക്കെ പോകുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാം. പിന്നെ വരുന്നത് റീജൻ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ്. മിക്ക ഇലക്ട്രിക് വെഹിക്കിൾസിലും വരുന്നത് തന്നെയാണ് വൺ പെഡൽ ഡ്രൈവിംഗ് സിസ്റ്റം. ഇത് ആക്ടിവേറ്റ് ചെയ്ത് ഓടിക്കുന്നത് നമ്മൾ ഹെവി ട്രാഫിക്കിലായിരിക്കും, വണ്ടി കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പാനോരമിക് മൂൺ റൂഫ് നൽകിയിട്ടുണ്ട്. സൺ റൂഫ് അല്ല. മൂൺ റൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഭാഗം ഫിക്സഡ് ആണ്, അത് നമുക്ക് നീക്കാൻ പറ്റില്ല. മുകളിലുള്ള ഒരു സ്ലൈഡിങ് പാർട്ട് ഉണ്ട്, അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ ഏരിയ കാണും ട്രാൻസ്പെറൻ്റ് ആയിട്ട്. മുകളിലോട്ടുള്ള വ്യൂവും കാര്യങ്ങളും നമുക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് നമുക്ക് സൺറൂഫിൻ്റെ പോലെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ നൽകിയിട്ടില്ല. ബാറ്ററി ടെക്നോളജി വരുന്നത് BYDയുടെ കയ്യിൽ നിന്നും എടുത്തിട്ടുള്ള ബാറ്ററി ടെക്നോളജിയാണ്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. ബ്ലൈഡ് ബാറ്ററി ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹൈ കപ്പാസിറ്റി ലിഥിയം അയോൺ സെൽസിൻ്റെ ബാറ്ററീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ റേഞ്ച് നമുക്ക് 100% മുതൽ 0% വരെ ഫുള്ളായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വണ്ടിയുടെ വർക്ക് ചെയ്യുന്നത് -30°C മുതൽ 60°C വരെ സിസ്റ്റം സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരുപാട് ബാറ്ററി ടെസ്റ്റുകൾ കമ്പനി നടത്തിയിട്ടുണ്ട്. നൈൽ പെനിട്രേഷൻ ടെസ്റ്റ്, അതുപോലെ കംപ്രഷൻ ടെസ്റ്റ്, ഇതൊക്കെ ചെയ്തിട്ട് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ബാറ്ററി വേരിയൻസ് വരുന്നത് 2 ബാറ്ററി വേരിയൻസ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതായത് 49 കിലോവാട്ടിൻ്റെ ഒരു വലിയ ബാറ്ററി, അതിൽ 142 bhp പവറും അതുപോലെ തന്നെ 192 Nm ടോർഗുമാണ് നൽകുന്നത്. റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 450-ലധികം റേഞ്ച് കമ്പനി പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. 49 കിലോവാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 450 തന്നെ, ആ റേഞ്ചൊക്കെ കറക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി ഏറ്റവും കുറവ് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു 400 കിലോമീറ്റർ പ്ലസ് എന്തായാലും ഈ വെഹിക്കിളിന് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ അടുത്ത വേർഷൻ വരുന്നത് 61 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്, കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ടുള്ള ബാറ്ററി പാക്ക്. ഇതിൽ 171 bhp പവറും അതുപോലെ തന്നെ 192 Nm ടോർഗ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ 610 കിലോവാട്ട് എന്നൊക്കെ പറയുമ്പോൾ 500 കിലോമീറ്ററിലധികം റേഞ്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഒരു മെഗാ വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹൈ എൻഡ് വേരിയൻ്റ് എന്ന് പറയാം. കുറച്ചുകൂടി പവറും കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു 4 വീൽ ഡ്രൈവൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു വേരിയൻ്റ് കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള്, ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് അസിസ്റ്റ്, അങ്ങനെയുള്ള ലെവൽ 2 ADAS ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. വണ്ടിയുടെ നീളത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4275 mm ആണ് നീളം വരുന്നത്. വിടുത്താകട്ടെ 1800 mm, ഹൈറ്റ് 1640 mm വരുന്നുണ്ട്. വീൽ ബേസ് 2700 mm വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm വരുന്നുണ്ട്. വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്ഫേഴ്സൺ സ്ട്രെസ് ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. ബാക്ക് സൈഡിലാകട്ടെ മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷനും നൽകിയിട്ടുണ്ട്. ഇത് 2 സസ്പെൻഷനും കൂടെ വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവും അതുപോലെ തന്നെ പെർഫോമൻസും വണ്ടി കിട്ടുമെന്നും പറയുന്നുണ്ട്. മാരുതി സുസുക്കിയുടേതായതുകൊണ്ട് തന്നെ കളേഴ്സിലൊരു പഞ്ചമില്ല. 10 കളർ വേരിയൻസിലാണ് വെഹിക്കിൾ ഇറങ്ങുന്നത്. അതിൽ 4 കളർ വേരിയൻറ്റ് ഡ്യുവൽ ടൂൺ ആയിട്ടും കിട്ടുന്നുണ്ട്. സിംഗിൾ ടൂൺ കളേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്ലെൻഡിഡ് സിൽവർ വരുന്നുണ്ട്, ആർട്ടിക് വൈറ്റ് വരുന്നുണ്ട്, ഗ്രാൻഡ്യൂർ ഗ്രേ, ബ്ലൂയിഷ് ബ്ലാക്ക്, ഒപ്പുലൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള 5 വേരിയൻറ്റ് കളേഴ്സിലാണ് അത് വരുന്നത് സിംഗിൾ ടൂൺ കളേഴ്സ്. വേറൊരു 4 കളേഴ്സ് വേറെയും വരുന്നുണ്ട്. ആർട്ടിക് വൈറ്റ്, ബ്ലൂയിഷ് ബ്ലാക്ക് റൂഫ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഡ്യുവൽ ടൂൺ ആയിട്ട് വൈറ്റും ബ്ലാക്കും കൂടെ കൂടിയിട്ടുള്ള കളർ വരുന്നുണ്ട്. പിന്നെ ലാൻഡ് ബ്രീസ് ഗ്രീൻ ആൻഡ് ബ്ലൂയിഷ് ബ്ലാക്ക്, അതായത് ഗ്രീനും ബ്ലാക്കും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡ്യുവൽ ടൂൺ കളർ വരുന്നുണ്ട്. പിന്നെ സിൽവറും പിന്നെ ബ്ലാക്കും ആയിട്ടുള്ള ഒരു കളർ വരുന്നുണ്ട്. ഓപ്ലൻ റെഡും ബ്ലാക്കിഷ് റൂഫും ആയിട്ടുള്ള റെഡും ബ്ലാക്കും ആയിട്ടുള്ള ഒരു വേരിയൻറ്റും വരുന്നുണ്ട്. മാരുതി സുസുക്കിയുടെ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ സർവീസിൻ്റെ കാര്യങ്ങൾ നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല. ഇവർ എല്ലാ വെഹിക്കിൾസിനും നല്ല സർവീസ് നൽകുന്നത് കൊണ്ട് തന്നെ ഇനി ഇലക്ട്രിക് വേർഷൻ്റെ കേസിലും സർവീസ് വളരെ മികച്ച സർവീസ് തന്നെ ആയിരിക്കും നമുക്ക് വിശ്വസിക്കാം. ഡോർ സ്റ്റെപ്പ് സർവീസ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്ന തരത്തിലൊക്കെയാണ് അവർ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവർ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, ഇവരുടെ എല്ലാ സർവീസ് സ്റ്റേഷനുകളിലും ഇവർ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതായത് മാരുതിയുടെ സർവീസ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ സെൻറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെൻറ്ററുകളുണ്ട് നമ്മൾ ഇന്ത്യയിൽ. ഇവിടെയൊക്കെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ അവർക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ചാർജിങ് നെറ്റ്വർക്ക് തന്നെയായിരിക്കും മാരുതിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. മറ്റുള്ള കമ്പനികൾക്കും ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവം തന്നെ ആയിട്ട് മാറും ഈ മാരുതിയുടെ ഇലക്ട്രിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. വണ്ടിയുടെ യഥാർത്ഥ പ്രൈസും കാര്യങ്ങളും ഇതുവരെ കമ്പനി റിവീൽ ചെയ്തിട്ടില്ല. ഏകദേശം 20 മുതൽ 25 ലക്ഷം രൂപയുടെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ പല വേരിയൻസിൻ്റെയും വില വരുന്നുണ്ടാവുക. എറണാകുളം ഭാഗത്താണ് ഈ വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്.
വരും ദിവസങ്ങളിൽ ഈ വെഹിക്കിളിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്. Let's go. बूंदों में जाने क्या लग